ഇന്ന് ടീച്ചർ പഠിപ്പിക്കുന്നത് ചാപ്റ്റർ 1 ഗ്രീൻ പ്ലാന്റ്സ് സയൻസിലെ പാഠമാണ്. സയൻസ്. ഇപ്പോൾ പാർട്ട് ഓഫ് പ്ലാന്റിൽ പ്ലാന്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: റൂട്ട് സിസ്റ്റം ആൻഡ് ഷൂട്ട് സിസ്റ്റം. ഷൂട്ട് സിസ്റ്റം എന്താ? ഷൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിന് മേളിൽ ഉള്ള കാണപ്പെടുന്ന ഭാഗമാണ് എന്താ ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സോയിലിൻ്റെ അടിയിൽ, ഗ്രൗണ്ടിൻ്റെ അടിയിലുള്ളതാണ് എന്ത്? റൂട്ട് സിസ്റ്റം. ഷൂട്ട് സിസ്റ്റത്തിൽ നമുക്ക് സ്റ്റെമ്മ്, ബ്രാഞ്ചസ്, ലീഫ്, ഫ്രൂട്ട്സ് ഇതെല്ലാം ഉണ്ട്. ഇനി പറയുകയാണെങ്കിൽ റൂട്ടിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് ടാപ്പ് റൂട്ട്, ഫൈബ്രസ് റൂട്ട്. ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ റൂട്ട് ഉണ്ടാവും, അതിൻ്റെ സൈഡിൽ ചെറിയ വേറെ റൂട്ട് അപ്പിയർ ആയി വരുന്നതാണ് എന്ത്? ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ബീന, ക്യാരറ്റ്, ബോൾസം ഒക്കെ. ഇനി ഫൈബ്രസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ നാര് പോലത്തെ റൂട്ടില്ലേ, അങ്ങനെ ഒരു ബഞ്ചായിട്ട്, ഒരു കൊലയായിട്ടുള്ളതാണ് എന്ത്? ഫൈബ്രസ് റൂട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? ഗ്രാസ്, പാടി, വീറ്റ്. ഇനി ഫങ്ഷൻസ് ഓഫ് റൂട്ട്. എന്താ റൂട്ടിൻ്റെ ഫങ്ഷൻ? എന്താ റൂട്ടിൻ്റെ ഫങ്ഷൻ? എന്താ? സോയിലിനെ പ്ലാന്റിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ അബ്സോർബ് വാട്ടർ, ന്യൂട്രീഷ്യൻസ് ആൻഡ് മിനറൽസ്. ചെടിക്ക് വേണ്ടിയതായ പോഷകങ്ങളൊക്കെ ആരാ വലിച്ചെടുക്കുന്നേ? റൂട്ടല്ലേ. ഇനി ചില റൂട്ട് ഫുഡ് സ്റ്റോർ ചെയ്യുന്നതുണ്ട്. അതാണ് റാഡിഷ്, ക്യാരറ്റ്, ബീട്രൂട്ട്. ചില എക്സാമ്പിൾ, ഇത് കൂടുതലുണ്ട്. അപ്പോൾ ഇതിനകത്ത് റാഡിഷ്, ക്യാരറ്റ്, ബീട്രൂട്ടൊക്കെ എന്താണ്? ഫുഡ് എവിടെ സ്റ്റോർ ചെയ്യുന്നത്? റൂട്ടിൽ. ഇനി സ്റ്റെമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഷൂട്ട് സിസ്റ്റത്തിലെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെമ്മാണ് അല്ലേ. ഷൂട്ട് സിസ്റ്റത്തിലെ മെയിൻ പാർട്ട് എന്താണ്? സ്റ്റെമ്മ്. ഇനി സ്റ്റെമ്മ് എന്താ ചെയ്യുന്നത്? പ്ലാന്റിനെ നേരെ നിർത്തുന്നതാണ് എന്ത്? സ്റ്റെമ്മ് അല്ലേ. ഇനി സ്റ്റെമ്മ് തന്നെ നമുക്ക് രണ്ടായിട്ട് പറയാം. ഒന്ന് സോഫ്റ്റ് സ്റ്റെമ്മും ഒന്ന് ഹാർഡ് സ്റ്റെമ്മും ഉള്ളതുണ്ട്. അപ്പം ചെറിയ പ്ലാന്റ് ചെറുതായിരിക്കുമ്പോൾ അതിൻ്റെ സ്റ്റെമ്മ് വളരെ സോഫ്റ്റ് ആയിരിക്കും, അത് ഗ്രീൻ കളറിലായിരിക്കും. ഇനി ഹാർഡ് സ്ട്രോങ് സ്റ്റെമ്മിന് പറയുന്ന പേരാണ് ട്രങ്ക്. തടിയാവും. വലുതാവുമ്പോൾ എന്താ? ആ സ്റ്റെമ്മ് വലുതായി തടിയാകും. അതിനാണ് ട്രങ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കളർ എന്താ? ബ്രൗൺ കളറാണ് അല്ലേ. അപ്പോൾ ഇനി വീക്ക് സ്റ്റെമ്മ് ഉള്ള ചില പ്ലാന്റ്സ് ഉണ്ട്. അതാണ് മണി പ്ലാന്റ്, വാട്ടർ മെലൺ, ഗ്രേപ്പ് വൈൻ. നമ്മുടെ മണി പ്ലാന്റ് നമ്മൾ ചെടി നടത്തില്ലേ, ഇനി തണ്ണിമത്തൻ അല്ലേ, വാട്ടർ മെലൺ, ഗ്രേപ്പ് വൈൻ, ഗ്രേപ്സിൻ്റെ. അപ്പോൾ ഇതിനകത്ത് ഈ പടം നോക്കിയേ, ഇതാണ് പ്ലാന്റിൻ്റെ പാർട്സ്. ഇതിൻ്റെ താഴെയുള്ളതാണ് എന്താ? റൂട്ട് സിസ്റ്റം. ഇതിൻ്റെ മുകളിലോട്ടുള്ളതാണ് എന്ത്? ഷൂട്ട് സിസ്റ്റം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ഷൂട്ട് സിസ്റ്റത്തിൽ? ഈ സ്റ്റെമ്മുണ്ട്, അതിൻ്റെ ഒരു ഫ്രൂട്ടുണ്ട്, ലീഫുണ്ട്, അതിൻ്റെ പൂക്കളുണ്ട് അല്ലേ, ഫ്ലവറുണ്ട്, ബ്രാഞ്ചസ് ഉണ്ട്. ഇനി റൂട്ടാണെങ്കിൽ ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ഒരു റൂട്ട് ഉണ്ടാകും, അതിൽ നിന്ന് ചെറിയ ചെറിയ റൂട്ടുകളാണ് ടാപ്പ് റൂട്ട്. ഇനി ഫൈബ്രസ് റൂട്ട് എന്താ? നാര് പോലത്തെ റൂട്ടാണ് ഉള്ളത്. ഇനി നമ്മൾ നോക്കിയാൽ സ്റ്റെമ്മിൻ്റെ എക്സാമ്പിൾ പറയാം. സ്റ്റെമ്മിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? പ്ലാന്റിനെ നേരെ നിർത്തുക അല്ലേ, അതിന് സപ്പോർട്ട് കൊടുക്കുക. പിന്നെ സ്റ്റെമ്മിലാണ് എന്തുണ്ടാവുന്നത്? ബ്രാഞ്ചസ്, ലീഫ്, ബഡ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്, ഇതെല്ലാം ഉണ്ടാകുന്നത് എവിടെയാണ്? സ്റ്റെമ്മിലാണ്. അതുപോലെ തന്നെ വെള്ളം, ഫുഡ്, വാട്ടർ, ഫുഡ്, മിനറൽസ് എല്ലാം റൂട്ടിൽ നിന്ന് വേറെ പാർട്സിലേക്ക് കൊടുക്കുന്നത് ആരാണ്? സ്റ്റെമ്മ് വഴിയാണ്. ഇനി ചില പ്ലാന്റ്സ് അതിൻ്റെ സ്റ്റെമ്മ് എക്സ്ട്രാ ഫുഡ് സ്റ്റോർ ചെയ്യും. അതിൻ്റെ എക്സാമ്പിളാണ് ഷുഗർ കെയിൻ. അതിന് എക്സ്ട്രാ വരുന്ന ഫുഡെല്ലാം എവിടെ സ്റ്റോർ ചെയ്യുന്നത്? അതിൻ്റെ സ്റ്റെമ്മിലാണ്. ഇനി ചില പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മ് ഭൂമിയുടെ അടിയിലാണുള്ളത്, അണ്ടർ ദ സോയിലാണ്. അതിൻ്റെ എക്സാമ്പിളാണ് പൊട്ടറ്റോ, ജിഞ്ചർ. ഇനി ചില സ്റ്റെമ്മ് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അത് ഡെസേർട്ട് കാക്ടി, അതുപോലെ തിക്ക് ഫ്ലഷി സ്റ്റെമ്മാണ് എന്തിനുള്ളത്?
ഡെസേർട്ട് ക്യാക്റ്റിക്ക് ഉള്ളത്. ഇനി ലീഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലീഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് സ്ട്രക്ചർ ആണ്. സ്റ്റെമ്മിൽ നിന്നുണ്ടാകുന്ന ഒരു ഫ്ലാറ്റ് സ്ട്രക്ചറാണ് എന്ത്? ലീഫ്. ഇനി മെയിനായിട്ടും പ്ലാന്റിൻ്റെ ലീഫ് എന്ന് പറയുന്നത് ഗ്രീൻ കളറായിരിക്കും. എന്തുകൊണ്ടാണ് ഗ്രീൻ കളർ വരുന്നതെന്നറിയാമോ? ക്ലോറോഫിലിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട്. ഇനി ലീഫ് ആണ് ഫുഡ് മേക്ക് ചെയ്യുന്നത്. പ്ലാന്റ്സിന് വേണ്ടി ഫുഡ് മേക്ക് ചെയ്യുന്നത് ആരാണ്? ലീഫാണ്. അതിൻ്റെ ഷേപ്പും സൈസും എല്ലാം ഓരോ പ്ലാന്റിനും ഓരോ രീതിയിലായിരിക്കും അല്ലേ? ഇനി ലീഫിന് പല പാർട്സ് ഉണ്ട്. അത് ലീഫ് ബ്ലേഡ് അല്ലെ ലാമിന, മെയിൻ വെയിൻ അല്ലെ മിഡ് റിബ്, സൈഡ് വെയിൻസ്, പിന്നെ വരുന്നത് ലീഫ് സ്റ്റാക്ക് അല്ലെങ്കിൽ പെറ്റിയോള്, സ്റ്റൊമേറ്റ. ഇത്രയും കാര്യങ്ങളാണ് ലീഫിൻ്റെ പാർട്സായിട്ട് വരുന്നത്. ഞാൻ ഇവിടെ നോക്കിയേ, ഈ ലീഫ് സ്റ്റാക്ക് കണ്ടോ? അതായത് നമ്മൾ ലീഫ് സ്റ്റെമ്മിലേക്ക് കണക്ട് ചെയ്യുന്ന തണ്ടാണ് എന്ത്? ലീഫ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഈ നടുക്കോടുള്ള മെയിനായിട്ടുള്ള ഈ തണ്ടിനെയാണ് എന്ത് പറയുന്നത്? മെയിൻ വെയിൻ എന്ന് പറയുന്നത്. ഇനി ഈ ലീഫിൻ്റെ ബ്ലേഡ് പോലുള്ള കനം കുറഞ്ഞ ഭാഗത്തിനാണ് എന്ത് പറയുന്നത്? ലീഫ് ബ്ലേഡ് അല്ലെ ലാമിന. ഫ്ലാറ്റ് ആൻഡ് ബ്രോഡ് പാർട്ട് ഓഫ് ദി ലീഫാണ് എന്ത്? ലാമിന. മെയിൻ വെയിൻ അല്ലെ ഇതിന് വേറൊരു പേര് പറയുന്നത് മിഡ് റിബ്. മിഡ് റിബിൻ്റെ കാര്യം എന്താ പറയുന്നത്? ലൈൻ സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ലീഫ്. ഇനി സൈഡ് വെയിൻസ് എന്താ? ലൈൻസ് പ്രസൻറ്റ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി വെയിൻ. ഇനി വരുന്നത് ലീഫ് സ്റ്റാക്കാണ്. ലീഫ് സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെറ്റിയോൾ എന്ന് പറഞ്ഞാൽ ഈ ലീഫിനെ ബ്രാഞ്ചിലേക്ക് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് എന്ത്? ലീഫ് സ്റ്റാക്ക് അല്ലെ പെറ്റിയോൾ എന്ന് പറയും. ഇനി സ്റ്റൊമേറ്റ. സ്റ്റൊമേറ്റ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയേ, ടൈനി ഓപ്പണിംഗ് അറ്റ് ദ അണ്ടർ സൈഡ് ഓഫ് എവറി ലീഫ്. ഓരോ ലീഫിൻ്റെയും താഴ്ഭാഗത്തായിട്ട് കാണുന്ന ഓപ്പണിംഗ് ആണ് എന്ത്? സ്റ്റൊമേറ്റ എന്ന് പറയുന്നത്. ഇനി നോസ്ട്രിൽ ഓഫ് ദി പ്ലാന്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? സ്റ്റൊമേറ്റ ആണ്. നമ്മുടെ മൂക്കില്ലേ, നമ്മൾ ശ്വസിക്കുന്നത് ഏത് വഴിയാണ്? മൂക്ക് വഴിയാണ് അല്ലേ? അതുപോലെ പ്ലാന്റ് ശ്വസിക്കുന്നത് ഏത് വഴിയാണ്? സ്റ്റൊമേറ്റ വഴിയാണ്. ഇനി ഗാർഡ് സെൽസ് എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റൊമേറ്റയുടെ ചുറ്റും ഉള്ള ബീൻ ഷേപ്ഡ് സ്ട്രക്ചറാണ്. അത് എന്തിനാ സഹായിക്കുന്നതെന്നറിയാമോ? ഗാർഡ് സെൽസ് ഈ സ്റ്റൊമേറ്റയുടെ ഓപ്പണിങ്ങിനെയും ക്ലോസിങ്ങിനെയും സഹായിക്കും. തുറക്കാനും അടയ്ക്കാനും, സ്റ്റൊമേറ്റ ഓപ്പൺ ആവാനും ക്ലോസ് ചെയ്യാനും സഹായിക്കുന്നത് ആരാണ്? ഗാർഡ് സെൽസ് ആണ്. ഇനി സ്റ്റൊമേറ്റ എന്ന് പറഞ്ഞാൽ ഒരുപാടെണ്ണത്തിനെ പറയുന്നതാണ്. ഇനി ഒരു സ്റ്റോമ എന്നാണ് ഒരെണ്ണത്തിന് പറയുന്നത്. ഇനി ലീഫിൽ നമുക്ക് പറയാൻ പറ്റുന്ന ലീഫിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ലീഫ് ഫുഡ് ഫാക്ടറി ഓർ കിച്ചൺ ഓഫ് ദി പ്ലാന്റ് ആണ് അല്ലേ? ലീഫ് മേക്ക് എ ഫുഡ് ഫോർ ദി പ്ലാന്റ്. പ്ലാന്റിന് ഫുഡ് ഉണ്ടാക്കുന്ന ആരാണ്? ലീഫാണ്. അതുപോലെ തന്നെ ലീഫിന് ക്ലോറോഫിൽ എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് ഉണ്ട്. ആ ക്ലോറോഫിലാണ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്. അതൊരു ഗ്രീൻ കളേർഡ് സബ്സ്റ്റൻസ് ആണ്. ക്ലോറോഫിലിൻ്റെ കളർ എന്താ? ഗ്രീൻ കളർ. ഇനി ഈ ഗ്രീൻ ലീഫ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് എങ്ങനെയാണ് അതുണ്ടാവുന്നത്? എയറും വാട്ടറും സൺലൈറ്റും ഉപയോഗിച്ചിട്ട് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെയാണ് എന്ത്? ഈ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഉണ്ടായി വരുന്നത്. ഇനി സ്റ്റൊമേറ്റ, നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റൊമേറ്റയാണ് പ്ലാന്റിനെ ബ്രീത്ത് ചെയ്യാൻ സഹായിക്കുന്നത്. ഇനി ചില പ്ലാന്റ്സ് അതിൻ്റെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ലീഫിലാണ്. നമ്മൾ നേരത്തെ റൂട്ടിലും സ്റ്റെമ്മിലും ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ലീഫിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ഫെന്യൂഗ്രീക്ക്, നമ്മൾ ഉലുവായില്ലേ, മേത്തി, പിന്നെ മിൻറ്റ്, സ്പിനാച്ച്, ചീര, അതെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ ലീഫ് കഴിക്കുന്നത് കേട്ടോ. ഇനി ഫ്ലവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
പാർട്ട് ഓഫ് ദി പ്ലാന്റ്, വേറൊരു പാർട്ട് ഓഫ് ദി പ്ലാന്റ് ആണ്. അത് സിംഗിളായിട്ട് കാണും, ബഞ്ചസ് ആയിട്ട് കാണും, പല ഷേപ്പിലും സൈസിലും കളറിലും സ്മെല്ലിലും ഒക്കെ ഉണ്ടാവും. പിന്നെ ഫ്ലവറിനെ കുറിച്ച് എന്താ, നമ്മുടെ ഫ്ലവറാണ് ഒരു ഫ്രൂട്ടായിട്ട് മാറുന്നത്. പിന്നെ ഈ സീഡ് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള, ഒരു പ്ലാന്റ് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള സീഡ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഈ ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുന്നത്. ഇനി ചില ഫ്ലവേഴ്സ് നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന തരം ഫ്ലവേഴ്സ് ഉണ്ട്. അതൊക്കെ എക്സാമ്പിളാണ് കോളിഫ്ലവർ, ബ്രൊക്കോളി. ഇനി ഏറ്റവും വലിയ ഫ്ലവർ ഏതാ? റഫ്ലേഷ്യാണ് കേട്ടോ. ഇനി ഫ്രൂട്ടിനെയും സീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫ്രൂട്ട്സിൽ ഒരു സീഡുള്ള ഫ്രൂട്ടുണ്ട്, പല സീഡുകളുള്ള ഫ്രൂട്ടുണ്ട്, ഒത്തിരി സീഡുള്ള ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ. അപ്പം ഒരു സീഡുള്ള ഫ്രൂട്ടിൻ്റെ എക്സാമ്പിൾ എന്താണ്? മാംഗോ ആണ്. ചില സീഡ്, കുറച്ച് സീഡ്, അതാണെങ്കിൽ ഓറഞ്ച്. ഒരുപാട് സീഡുള്ളത് വാട്ടർ മെലനാണ്. ഇനി പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത് എന്താ? ഈ സീഡിൽ നിന്നാണ് അല്ലേ. ഇനി നമുക്കിതിൻ്റെ സ്പെഷ്യൽ കേസ് പറയുകയാണെങ്കിൽ, ഈ സ്ട്രോബെറി ഉണ്ടല്ലോ നമ്മൾ കഴിക്കുന്നത്, സ്ട്രോബെറിയുടെ സീഡ് ഈ ഫ്രൂട്ടിന് പുറത്താണ് കാണുന്നത്, ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ അല്ല. നമുക്കറിയാം സിറിൽസ് അല്ലെങ്കിൽ പൾസസ്, റൈസ്, വീറ്റ്, മെയ്സ്, ഇവയുടെ സീഡിനാണ് എന്ത്? സിറിൽസ് എന്ന് പറയുന്നത്. ഇനി പൾസസ് എന്ന് പറയുന്നത് എന്താ? ബംഗാൾ ഗ്രാം, ചിക്ക് പീസ്, ലെൻറ്റിൽസിൻ്റെ ഒക്കെ സീഡ്സിനാണ് എന്ത് പറയുന്നത്? പൾസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പാർട്ട് ഓഫ് ദി പ്ലാന്റ് ആയിട്ട് നമ്മൾക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? റൂട്ട്, പിന്നെ സ്റ്റെമ്മ്, ലീഫ്, ഫ്രൂട്ട്, സീഡ്സ്, ഫ്ലവർ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കി. പിന്നെ നമുക്ക് ഫോട്ടോസിന്തസിസ് പഠിക്കാനുണ്ട്, ജെർമിനേഷൻ പഠിക്കാനുണ്ട്, ഫുഡ് ചെയിൻ ഒക്കെ പഠിക്കാനുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.